നമസ്കാരം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിക്ക് വേറെ ആളുമായിട്ട് ബന്ധമുണ്ടോ എന്ന്. കാരണം അതിന് സിമ്പിളായിട്ടൊരു കാര്യം മാത്രം നോക്കിയാൽ മതി. നിങ്ങളുമായിട്ട് തുടക്കത്തിലുണ്ടായിരുന്ന അതേ ലെവലിൽ ഇപ്പോഴും ആ ഒരു സ്നേഹം നിലനിർത്തി പോകുന്നുണ്ടോ എന്നുള്ളത്. അത് ഇല്ല എന്ന് നിങ്ങൾക്ക് ശരിയായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മറ്റ് ബന്ധം വന്നതിൻ്റെ പേരിലായിരിക്കാം ആ ഒരു പിന്മാറ്റം. അത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ അയക്കാൻ പറ്റിയില്ല എന്ന് വരും. എങ്കിൽ കൂടി ബാക്കിയുള്ള ദിവസങ്ങളിൽ പഴയ പോലെ തന്നെ ആയിരിക്കും. അത് അല്ല, പഴയ പോലെ അല്ല, ഇപ്പോൾ ഒന്നിനും സമയമില്ല, തിരക്കാണ്, മെസ്സേജ് കുറേ ഇട്ടാൽ ഒന്നിന് മാത്രം മറുപടി തരിക, അല്ലെങ്കിൽ ഒരൊറ്റ മെസ്സേജിൽ മറുപടി ഒതുക്കുക, കോൾ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് മറ്റു ബന്ധങ്ങളുണ്ട് എന്നുള്ളത്. ഇനി ചില വ്യക്തികൾ മറ്റു ബന്ധങ്ങളുണ്ടെങ്കിലും നമ്മളോടും ഒരു നല്ല സ്നേഹത്തോടു കൂടി നിലനിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിലനിർത്താൻ, മറ്റൊന്നിലേക്കും പോകാതെ നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ ഉറപ്പായിട്ട് ആ വ്യക്തി എങ്ങോട്ടും പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും. ഈ വ്യക്തികൾ നമ്മളോട് തുടക്കത്തിലൊക്കെ ഒരുപാട് സ്നേഹം കാണിച്ചിട്ട് പിന്നീട് ആ സ്നേഹം ഇല്ലായ്മയാവുകയും അവർ നമ്മളെ കുറ്റം കണ്ടെത്താനുള്ള സാധ്യതകളും കൂടും. പണ്ടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞവർ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തും. നിനക്ക് സംശയരോഗമാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേലെ കുറ്റമിടാൻ ശ്രമിക്കും. അത് എന്താ വെച്ചാൽ അവർ ഒഴിഞ്ഞു പോക്കിൻ്റെ ഒരു വക്കീലാണ്. അവർക്ക് എങ്ങനെയും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, പക്ഷെ അത് നേരിട്ട് പറയാനും വയ്യ. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ പോവട്ടെ എന്നുള്ള രീതിയിലാണ് നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഒരുപാട് വിഷമം തോന്നും, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ നിങ്ങൾ ഡിപ്രഷനിലേക്കോ ചിന്തകൾ കൂടിയിട്ട് മറ്റ് മാനസിക അസ്വസ്ഥതയിലേക്കോ നീങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും താളം തെറ്റാൻ തുടങ്ങും. ഒന്നും നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൂടെ പിടിച്ചു നിർത്താനും അവരെങ്ങോട്ടും പോകാതെ ജീവിതം മുഴുവൻ നമ്മുടെ കൂടെ നിലനിൽക്കാനും വേണ്ടി നമുക്കത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.